In last class, we were discussing about a numerical related to analysis of LTA DT system using DTFT. Okay. So question നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? ഫിനിഷ് ചെയ്തിട്ടുണ്ടോ? ഫ്രീക്വൻസി റെസ്പോൺസ് h of e raised to j omega ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തതാണ് അല്ലേ? സെക്കൻഡ് പാർട്ട് എന്താണ്? ഡിറ്റർമൈൻ ദി ഇമ്പൾസ് റെസ്പോൺസ് h of n ഫോർ ദ സിസ്റ്റം. ഓക്കെ, സോ എന്ത് കാണണം? h of e raised to j omega ഓൾറെഡി ഒബ്റ്റെയിൻ ചെയ്തു. ദെൻ ഇൻവേഴ്സ് DTFT എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ h of n കാണാം. ഓക്കെ, ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ h of n കാണാം അല്ലേ? അത് നമുക്ക് ഡയറക്റ്റ് എടുക്കാൻ പറ്റില്ല, അതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. ദെൻ അപ്ലൈ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് ആൻഡ് ഫൈൻഡ് ദ വാല്യൂ. ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആൻസർ പറഞ്ഞേ. ഇനി ഞാൻ സ്പെസിഫിക് ആയിട്ട് ആരെയും വിളിക്കാനാക്കണ്ട, ആൻസർ പറഞ്ഞോളൂ. ആഷ്ന, ആൻസർ കിട്ടിയിട്ടുണ്ടോ? വാട്ട് ഈസ് h of n? ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ട്രൈ ചെയ്തിട്ടുണ്ടോ എല്ലാവരും? ഓക്കെ, എ ബി വാല്യൂ വരെ ചെയ്തത്. എ ബി വാല്യൂ കിട്ടിയിട്ടുണ്ടോ? ഓക്കെ, ഞാൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ h of e raised to j omega ഫ്രീക്വൻസി റെസ്പോൺസ് വരെ ക്ലിയർ ആണ് അല്ലേ? സെക്കൻഡ് ടേം എന്താണ്? വി ഹാവ് ടു ഫൈൻഡ് ഇമ്പൾസ് റെസ്പോൺസ് h of n. സോ വി ഹാവ് ടു യൂസ് ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം അല്ലേ? എഫ് ഇൻവേഴ്സ് ഓഫ് h of e raised to j omega ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അവിടെ നമുക്ക് എന്താണ് നമ്മുടെ വാട്ട് ഈസ് h of e raised to j omega? h of e raised to j omega is equal to what? 1 by 1 minus 1 by 6 e raised to minus j omega minus 1 by 6 e raised to minus 2j omega. അല്ലേ? ദിസ് ഇസ് അവർ ഫ്രീക്വൻസി റെസ്പോൺസ്. സോ നെക്സ്റ്റ് എന്ത് വേണം? ഈ ഒരു ഫോം നോക്കുകയാണെങ്കിൽ ഇത് ഒരു സ്റ്റാൻഡേർഡ് ഫോം അല്ല. നമുക്ക് ഇൻവേഴ്സ് ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കണമെങ്കിൽ വി ഹാവ് ടു കൺവേർട്ട് ദിസ് ഇൻ ടു എ സ്റ്റാൻഡേർഡ് ഫോം അല്ലെ? നമുക്കതിന് പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ അതിന് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. So for that purpose, I am multiplying this term equation with e raised to minus 2j omega on both sides. Okay, so e raised to 2j omega with the numerator and denominator. E raised to 2j omega. Okay, e raised to 2j omega numerator and denominator multiply ചെയ്താൽ സെയിം എഫക്റ്റ് ആണ് അല്ലേ? നമുക്ക് ഇത് എങ്ങനെ മാറ്റി എഴുതാം? e raised to 2j omega divided by 1 into e raised to 2j omega, that is e raised to 2j omega minus 1 by 6 into e raised to minus j omega into e raised to 2j omega. അപ്പോൾ എന്ത് വരും? that is e raised to e raised to minus j omega into e raised to 2j omega വരും. So e raised to j omega മൈനസ് ലാസ്റ്റ് ടേം എന്താണ്? e raised to 2j omega into e raised to minus 2j omega ആണ്. സോ രണ്ടും കൂടി ക്യാൻസൽ ചെയ്തു 1 by 6 മാത്രം വരും. ഓക്കെ, ഈ ഒരു ടേമിലേക്ക് എഴുതി. ഇനി നമ്മൾ നേരത്തെ ന്യൂമറിക്കൽ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ന്യൂമറേറ്ററിലുള്ള e raised to 2j omega ആണ് ഇതിൻ്റെ ഇക്വേഷൻ്റെ നെക്സ്റ്റ് സൈഡിലുള്ള ഓപ്പോസിറ്റ് സൈഡിലുള്ള ടേമിൻ്റെ ഡിനോമിനേറ്ററിലേക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതാം? ഇവിടെ e raised to 2j omega മീൻസ് എന്താണ്? e raised to j omega into e raised to j omega ആണ് അല്ലേ? അതാണ് e raised to 2j omega വന്നത്. സോ h of e raised to j omega divided by e raised to j omega, that is equal to e raised to j omega divided by e raised to 2j omega minus 1 by 6 e raised to j omega minus 1 by 6. ഓക്കെ, ഈ രീതിയിലേക്ക് എഴുതാം.
ദെൻ നെക്സ്റ്റ് നോക്കിയേ, ഈ ഒരു ടേം ഡിനോമിനേറ്ററിൽ ഒരു ക്വാഡ്രാറ്റിക് ഫോം പോലെയാണുള്ളത് അല്ലേ, എസ് മൈനസ് 1/6 ഇൻറ്റു എസ് മൈനസ് എ കോൺസ്റ്റൻറ്റ്. അപ്പം അതിന് ഇൻസ്റ്റഡ് ഓഫ് എസ് ഇ റേഷ്യോ ടു ജെ ഒമേഗ ടേംസ് വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഈ ഒരു ടേമിനെ, ഈ ഡിനോമിനേറ്ററിനെ നമുക്ക് ഫാക്ടേഴ്സ് ആക്കി സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കുക. ഇതിനെ ഫാക്ടേഴ്സ് ആക്കാൻ പറ്റും. നമുക്ക് ഇ റേസ് ടു ജെ ഒമേഗ മൈനസ് 1/2 ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ മൈനസ് ഇ റേസ് ടു ജെ ഒമേഗ പ്ലസ് 1/3. ഈ ടേംസ് നോക്കിയേ, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിനോമിനേറ്റർ കിട്ടുമോ നോക്കിയേ. എന്താണ് ഇ റേസ് ടു ജെ ഒമേഗ ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ, ദറ്റ് ഈസ് ഇ റേസ് ടു 2j ഒമേഗ minus 1/2 into e raised to j omega plus 1/3 into e raised to j omega minus 1/2 into 1/3, that is 1/6. Okay, ഇതിനെ again simplify ചെയ്ത e raised to 2j omega, ഈ രണ്ട് ഫ്രാക്ഷൻസ് minus 1/2 plus 1/3, that is എങ്ങനെ എഴുതാം, ഇവിടെ രണ്ട് ടേംസ് വരും അല്ലേ. മൈനസ് 1/2 കോഎഫിഷ്യൻ്റ് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട, പ്ലസ് 1/3 വരും. എങ്ങനെ എഴുതാം, minus 3 plus 2 divided by 6 എന്ന് എഴുതാം. അതെങ്ങനെ എഴുതാം, minus 3 plus 2 എത്രയാണ്, that is minus 1/6. Okay, so here minus 1/6 e raised to j omega minus 1/6. ഓക്കെ, ഇതേ ടേം അല്ലേ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. സോ നമുക്ക് ഇതിൻ്റെ ഡിനോമിനേറ്ററിനെ ഫാക്ടേഴ്സ് ആക്കിയിട്ട് ഈ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ജെ ഒമേഗ ഡിവൈഡഡ് ബൈ ഇ റേസ് ടു ജെ ഒമേഗ മൈനസ് 1/2 ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ പ്ലസ് 1/3. ഓക്കെ, ഇനി നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യാമല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു, ഇതുപോലെ ഡിനോമിനേറ്ററിനെ ഫാക്ടേഴ്സ് ആക്കി സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഈ ടേമിൻ്റെ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. Okay, so ഇവിടെ apply partial fraction method, then we can write a divided by e raised to j omega minus 1/2 plus b divided by e raised to j omega plus 1/3. Okay, ഇനി എന്ത് വേണം, we have to find the values for a and b. ഇത്ര വരെ ടേംസ് കിട്ടിയിട്ടുണ്ടോ, ഇതേപോലെ തന്നെയാണോ ചെയ്തത്, ഡിനോമിനേറ്റർ ഇതുപോലെ ഫാക്ടേഴ്സ് ആക്കി ചെയ്തിട്ടുണ്ടോ? ഓക്കെ, എ ഡിയും ബി ഡിയും വാല്യൂസ് എത്രയാണ് കിട്ടിയത്, a is equal to 3/5 and b is equal to 2/5. കിട്ടിയിട്ടുണ്ടോ? a is equal to 3/5 and b is equal to 2/5. എ ബി വാല്യൂസ് കിട്ടിയിട്ടുണ്ടോ? ഓക്കെ ഓക്കെ, സോ എന്ത് ചെയ്യാം, നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, 1 second. So h of e raised to j omega by e raised to j omega is equal to what? That is equal to a യുടെ വാല്യൂ എത്രയാണ്, 3/5 divided by e raised to j omega minus 1/2 plus 2/5 e raised to j omega plus 1/3. ഓക്കെ, ഈ ടേംസ് കിട്ടി. ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഒന്ന് ആ ഫോം നമുക്ക് എന്താ വേണം, എച്ച് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗയാണ് വേണ്ടത് അല്ലേ. സോ ഈ ഡിനോമിനേറ്ററിലുള്ള ഇ റേസ് ടു ജെ ഒമേഗനെ കൊണ്ട് നമുക്ക് ഈ റൈറ്റ് ഹാൻഡ് സൈഡ് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് 3/5 ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ ഡിവൈഡഡ് ബൈ
e raised to j omega minus 1 by 2 plus 2 by 5 into e raised to j omega divided by e raised to j omega plus 1 by 3. Okay, ഈ ഫോമിലേക്ക് ഇതിനെ മാറ്റി എഴുതാം. That is equal to h of e raised to j omega. Okay, then നമുക്ക് എന്താ വേണ്ടത്? h of n ആണ് അല്ലേ? h of n is equal to what? Fourier inverse of h of e raised to j omega അല്ലേ? That is equal to Fourier inverse of this term 3 by 5 e raised to j omega divided by e raised to j omega minus 1 by 2 plus 2 by 5 e raised to j omega divided by e raised to j omega plus 1 by 3. This much ടേംസിൻ്റെ ഈ രണ്ട് ടേംസിൻ്റെ എന്താണ് ഫോറിയർ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. ഓക്കെ, അത് എത്ര വരും ഒന്ന് പറഞ്ഞേ. ഒന്നുകിൽ നമുക്ക് ഡയറക്റ്റ് ഈ ഇക്വേഷൻ തന്നെ എഴുതാം, അല്ലെങ്കിൽ നമുക്കതിനൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് 3/5 1 by e raised to j omega ന്യൂമറേറ്ററിലുള്ള e raised to j omega മീൻസ് ഈ ഒരു ടേമിൻ്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും e raised to j omega 1 by e raised to j omega കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, സോ അപ്പോൾ എങ്ങനെ എഴുതാം? e raised to j omega by e raised to j omega എന്ന് പറയുമ്പോൾ 1 വരും. ആൻഡ് ഹിയർ എന്ത് വരും? ഹിയർ ഓൾസോ 1 മൈനസ് 1 by 2 ഇൻറ്റു e raised to minus j omega. ഓക്കെ, നെക്സ്റ്റ് ടേമിലാണെങ്കിലോ എന്താ? 2 by 5 ഇൻറ്റു 1 by 1 plus 1 by 3 ഇൻറ്റു e raised to minus j omega. ഓക്കെ, ഇനി എഴുതാമല്ലോ ഡയറക്റ്റ് ആയിട്ട്. ഈ സ്റ്റെപ്പ് എന്ന് ഡയറക്റ്റ് ആയിട്ട് എഴുതാലോ. നമുക്കറിയാം 3/5 ഇൻറ്റു ഫോറിയർ ഇൻവേഴ്സ് ഓഫ് ഈ ടേം എന്താണ്? 1/2 ഹോൾ റേസ് ടു n u of n അല്ലേ? ഇന്നലൊക്കെ പറഞ്ഞ അതേ ടേംസ് ആണ്. 1/2 ഹോൾ റേസ് ടു n u of n. നെക്സ്റ്റ് ഏതാണ്? പ്ലസ് 2/5 ഇൻറ്റു മൈനസ് 1/3 whole raised to n u of n. Okay, so 3/5 any common ആയിട്ട് എടുക്കുകയാണെങ്കിൽ we can write 3/5 1/2 whole raised to n whole raised to n plus 2/5 minus 1/3 whole raised to n whole multiplied by u of n. ഓക്കെ, ഇവിടെ എന്തുകൊണ്ടാണ് മൈനസ് 1/3 വന്നെന്ന് അറിയില്ലേ? ഇവിടെ താഴെ ഡിനോമിനേറ്ററിൽ 1 പ്ലസ് ആണുള്ളത്. സോ വി ഷുഡ് ടേക്ക് മൈനസ് 1/3. 1 മൈനസ് ആണെങ്കിൽ 1/2. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഈ ഫൈനൽ ഇക്വേഷനിൽ അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, ഇവിടെ മൈനസ് കൊടുക്കാം. ഈ മൈനസിനെ മാറ്റിയിട്ട് നമുക്ക് അവിടെ മൈനസ് കൊടുത്തിട്ടും എഴുതാം. ഇവിടെ മൈനസ് കൊടുത്തും എഴുതാം. ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ, നിങ്ങൾക്ക് ഡയറക്റ്റ് ഇല്ലേ ഈ സ്റ്റെപ്പിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ സ്റ്റെപ്പിൽ നിന്ന് തന്നെ ഇതിലേക്ക് വരാം. ഓക്കെ, ഇതിൻ്റെ ഫോറിയർ ഇൻവേഴ്സ് e raised to j omega ഡിവൈഡ് ബൈ e raised to j omega minus 1/2ന്റെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ 1/2 ഹോൾ റേസ്ഡ് ടു n u of n ആണ്. ഓക്കെ, ഡയറക്റ്റ് അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഒരു സ്റ്റെപ്പ് എഴുതിയിട്ട് നെക്സ്റ്റ് അതിലേക്ക് വരാം. ഓക്കെ, ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വേറൊരു ന്യൂമറിക്കൽ ഓരോ ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ എഴുതി എടുത്തോളൂ. ഞാൻ നിങ്ങൾക്ക് നോട്ടിൽ കുറേ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് കുറേ നോട്ടിൽ തന്നിട്ടുണ്ട്. അത് ഞാൻ ഷെയർ ചെയ്ത് തരാം. അത് നോക്കി ചെയ്ത് നോക്കുക. ഓക്കെ, അത് എന്താ പറയണ്ടേ, ക്വസ്റ്റ്യൻ എഴുതിയെടുത്ത് നിങ്ങൾ ആൻസർ ചെയ്ത് നോക്കുക. അല്ലാതെ നോട്ട് അങ്ങനെ നോക്കി ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഡൗട്ട് വരുള്ളൂ, എവിടെയെങ്കിലും സ്റ്റക്ക് ആവുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനത്തെ എന്തെങ്കിലും ഏരിയ മനസ്സിലാവാത്തുണ്ടെങ്കിൽ അപ്പോൾ തന്നെ എന്നോട് ചോദിക്കാം. അപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ, ഇതൊക്കെ സിമ്പിളാണ്, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാം കമ്പയർ ചെയ്ത് പഠിച്ചാൽ എളുപ്പമാണ്. നിങ്ങൾക്ക് ഓരോ ടേംസും ഇങ്ങനെ സെപ്പറേറ്റ് വെവ്വേറെ പഠിക്കേണ്ടതല്ല. എല്ലാത്തിലും ഓരോ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, കുറേ സിമിലാരിറ്റീസ് ഉണ്ട്. ഓരോ ട്രാൻസ്ഫോർമേഷനും നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അത് നല്ല എളുപ്പത്തിൽ പഠിക്കാവുന്നതാണ്.
ഓക്കെ, ഇതേ ട്രാൻസ്ഫോർമേഷൻസ് ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്ത ഇതേ മെത്തേഡൊക്കെ നമ്മൾ മുന്നത്തെ ട്രാൻസ്ഫോർമേഷനിലും ചെയ്തതാണ്. അപ്പം അത് കമ്പയർ ചെയ്ത് പഠിക്കാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോളൂ. Consider the causal LTI system. Consider the causal LTI system characterized by difference equation. Characterized by difference equation y of n minus 3/4 y of n minus 1 plus 1/8 y of n minus 2. That is equal to 2 into x of n. Okay, this is a difference equation. Then find the output y of n. Find the output y of n for the input x of n is equal to, for the input x of n is equal to 1/3 whole raised to n into u of n. Okay, so this is the question. Consider the causal LTI system characterized by the difference equation y of n minus 3/4 y of n minus 1 plus 1/8 into y of n minus 2 is equal to 2 into x of n. Okay, find the output y of n for the input x of n is equal to 1/3 whole raised to n into u of n. Okay, so ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്കൊരു ഡിഫറൻസ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. വി ഹാവ് ടു ഫൈൻഡ് ദ ഔട്ട്പുട്ട് y of n. Okay, for an input value of x of n is equal to 1/3 whole raised to n into u of n. Okay, അപ്പോൾ നമുക്ക് ഇൻപുട്ട് സിഗ്നൽ സ്പെസിഫിക് ആയിട്ട് തന്നിട്ടുണ്ട്. x of n is equal to 1/3 whole raised to n u of n തന്നിട്ടുണ്ട്. ഓക്കെ, ഇതെങ്ങനെ ചെയ്യാം? ഒന്നുകിൽ നമുക്ക് ഡയറക്റ്റ് ഇവിടെ എക്സ് ഓഫ് എന്നിന് ഈ 1/3 ഹോൾ റേസ് ടു n യു ഓഫ് n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, ബട്ട് അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി പോകും. സോ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഡിഫറൻസ് ഇക്വേഷൻ മാത്രം കൺസിഡർ ചെയ്യുക. ഓക്കെ, ഡിഫറൻസ് ഇക്വേഷൻ മാത്രം കൺസിഡർ ചെയ്യുക. എന്നിട്ട് ഡിഫറൻസ് ഇക്വേഷനിൽ ഫോറിയർ ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, അതിനെ സിംപ്ലിഫൈ ചെയ്ത് അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ദാറ്റ് ഈസ് എച്ച് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ കണ്ടുപിടിക്കുക. ഓക്കെ, എച്ച് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ what is y of e raised to j omega? That is h of e raised to j omega into x of e raised to j omega. Okay, so ഇവിടെ h of e raised to j omega നമ്മൾ കണ്ടുപിടിച്ചു. That is into x of e raised to j omega കണ്ടുപിടിക്കണം. ഓക്കെ, എക്സ് ഓഫ് എൻ ഗിവൺ ആണ്. എക്സ് ഓഫ് എൻ ഗിവൺ ആണെങ്കിൽ അതിന്റെ ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ കിട്ടി. ഓക്കെ, ആ രണ്ട് ടേംസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് y ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ കിട്ടി. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എടുത്തു കഴിഞ്ഞാൽ y ഓഫ് n കിട്ടും. ഓക്കെ, സോ അതാണ് സ്റ്റെപ്പ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻസ് ഇക്വേഷനിൽ ലാപ്ലാസ് ഫോറിയർ ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യണം. ഓക്കെ, സോ ടേക്കിംഗ് ഫോറിയർ ട്രാൻസ്ഫോം ഓൺ ബോത്ത് സൈഡ്സ്. ദെൻ എങ്ങനെ എഴുതാം പറഞ്ഞേ? ഈ ഡിഫറൻസ് ഇക്വേഷനിൽ ഫോറിയർ ട്രാൻസ്ഫോം അപ്ലൈ ചെയ്തിട്ടുള്ള ഇക്വേഷൻ പറഞ്ഞേ, റോഷ്നി ഒന്ന് പറഞ്ഞേ. ഓക്കെ, ഈ ഇക്വേഷനിൽ ഈ ഡിഫറൻസ് ഇക്വേഷനിൽ ഫോറിയർ ട്രാൻസ്ഫോം അപ്ലൈ ചെയ്തിട്ടുള്ള ഇക്വേഷൻ പറഞ്ഞേ. y of e raised to j omega. Okay, y of e raised to j omega minus 3/4 minus 3/4 into y of എങ്ങനെ വരിക? y of n minus 1 ഫോറിയർ ട്രാൻസ്ഫോം എടുത്താൽ ഇവിടെ എന്താ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ആണല്ലേ. ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫോറിയർ ട്രാൻസ്ഫോമിൽ എന്തുണ്ടാവും? ഒരു കോംപ്ലക്സ് ടേം എക്സ്പോണൻഷ്യൽ ടേം മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇ റേസ് ടു ജെ ഒമേഗ ഇൻറ്റു വൈ ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ. ഓർമ്മയില്ല ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്? ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ.
ഓക്കെ, ഇവിടെ -1 ആണ്. ദെൻ സെക്കൻഡ് അടുത്ത ടേം എങ്ങനെ വരും? +1/8 ഇൻറ്റു y of n - 2 എങ്ങനെ വരും? y into e raised to j omega into e raised to -2j omega. ഓക്കെ, e⁻²j ഒമേഗയാണ്. ബിക്കോസ് ഇവിടെ ഷിഫ്റ്റ് എത്രയാണ്? n-2 ആണ്. n-n0 എന്ന് പറഞ്ഞാൽ n0ന്റെ വാല്യൂ -2 ആണ്. സോ -2j omega into y of e raised to j omega. Okay, and that is equal to 2 into x of e raised to j omega. okay, 2 into x of e raised to j omega. Okay, good, right hand. Okay, so y of e raised to j omega minus 3/4 into e raised to minus j omega into y of e raised to j omega plus 1/8 into e raised to minus 2j omega into y of e raised to j omega is equal to 2 into x of e raised to j omega. Okay, then next എന്താണ്? കോമൺ ടേം y of e raised to j omega outside എടുക്കുക. Then 1 minus 3/4 e raised to minus j omega plus 1/8 e raised to minus 2j omega. Okay, that is equal to 2 into x of e raised to j omega. So we want to find h of e raised to j omega, that is y of e raised to j omega divided by x of e raised to j omega. So that is equal to what? 2 divided by 1 minus 3/4 into e raised to minus j omega plus 1/8 e raised to minus 2j omega. Okay, that is equal to what? That is equal to h of e raised to j omega. So frequency response കിട്ടി, h of e raised to j omega കിട്ടി. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? Okay, then y of e raised to j omega divided by x of e raised to j omega is equal to h of e raised to j omega. ആ വാല്യൂ ആണ് ഇപ്പോൾ കിട്ടിയത് അല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് കിട്ടിയത്? 2/1 minus 3/4 e raised to minus j omega minus 1/8 e raised to minus 2j omega. ഓക്കെ, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? y of n ആണ്. സോ y of n ആണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വി വാണ്ട് ടു ഫൈൻഡ് വാട്ട് ഇസ് y of e raised to j omega. That is equal to what? h of e raised to j omega into x of e raised to j omega. ഓക്കെ, ആൻഡ് ഹിയർ ഈ ഒരു സ്റ്റെപ്പിന് നമുക്കൊന്ന് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കാം. 2/1 minus 3/4 e raised to minus j omega plus 1/8 into e raised to minus 2j omega. ഓക്കെ, ഇവിടെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും we should multiply the numerator and denominator with e raised to 2j omega. Okay, so നമുക്ക് എങ്ങനെ എഴുതാം? 2 into e raised to 2j omega divided by 1 minus, okay, e raised to 2j omega minus 3/4 into e raised to j omega plus 1/8 into e raised to ഓക്കെ. ഈ സ്റ്റെപ്പ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഡിനോമിനേറ്ററിൽ ആ ടേംസിന് ഫാക്ടേഴ്സ് ആക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്കിയേ, അതായിരിക്കും എളുപ്പം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എച്ച് ഓഫ് ഇ റൈസ് ടു ജെ ഒമേഗനെ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വെക്കാം. എന്നിട്ട് എക്സ് ഓഫ് എൻ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷനാണ്. ഈ ഡിനോമിനേറ്റർ പാർട്ടിനെ നമുക്ക് ഫാക്ടേഴ്സ് ആക്കാൻ പറ്റുമോ നോക്കിയേ. 1 minus 3/4 into e raised to minus j omega plus 1/8 into e raised to minus 2j omega. ഇതിനെ ഫാക്ടേഴ്സ് ആക്കാൻ പറ്റുമോ?
നോക്ക് 3/4 1/8 ആണ്. ഇതിനെ ഫാക്ടേഴ്സ് ആക്കിയാൽ 1 മൈനസ് 1/4 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ഇൻറ്റു 1 മൈനസ് 1/2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ. നോക്കിയേ, ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. 1 ഇൻറ്റു 1 1, ദെൻ 1 ഇൻറ്റു മൈനസ് 1/2 ആ ടേം വരികയാണെങ്കിൽ മൈനസ് 1/2 ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ആൻഡ് അഗെയിൻ മൈനസ് 1/4 ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ. Then minus minus plus, plus into 1/4 into 1/2, that is 1/8 e raised to minus 2j omega. And it again simplify ചെയ്യുകയാണെങ്കിൽ 1 minus 1/2 minus 1/4. അതിനെ fraction add ചെയ്യുകയാണെങ്കിൽ we can write 3/4 minus 3/4 into e raised to minus j omega plus 1/8 into e raised to minus 2j omega. Okay, നോക്കി അപ്പോൾ നമുക്ക് ഈ ഡിനോമിനേറ്റർ പാർട്ട് ഇതുപോലെ ഫാക്ടേഴ്സ് ആക്കാം. ഓക്കെ, സോ ഡിനോമിനേറ്ററിൽ ആ ഒരു ടേമിന് പകരം ഫാക്ടേഴ്സ് ആക്കിയത് എഴുതാം. 1 മൈനസ് 1/4 ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ ഇൻറ്റു 1 മൈനസ് 1/2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ. ഓക്കെ, ഇപ്പോൾ അതിനെ ഫാക്ടേഴ്സ് ആക്കി എഴുതി. മീൻസ് നമുക്ക് ആ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, അതിനാണ് നമുക്ക് എപ്പോഴും S+1 ഓർ S-1 ആ ഒരു ഫോമിലേക്ക് ഡിനോമിനേറ്ററിൽ കിട്ടണം. അപ്പം അതിന് പകരം ഇ റേസ് ടു ജെ ഒമേഗയാണ് വരുന്നത്. എന്നാലേ നമുക്ക് അവിടെ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ ടേമിലേക്ക് അതിനെ കൊണ്ടുവന്നു. ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് h ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ? എന്താണ് h ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ? വാട്ട് ഈസ് x ഓഫ് n? x ഓഫ് n is equal to 1/3 whole raised to n into u of n. Okay, so x of e raised to j omega is equal to Fourier transform of x of n, that is equal to Fourier transform of this term. അതെന്താ വരിക? Fourier transform of 1/3 whole raised to n into u of n. ഇതെന്താണ് വരിക? ഇതെന്താണ് വരിക? എന്താണ് വരിക? ഇന്നലെയൊക്കെ പറഞ്ഞതാണ്. 1/1 മൈനസ് എ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ എന്നുള്ള ടേമിൽ വരും അല്ലേ? എക്ക് പകരം ഇവിടെ എന്താണ്? 1/3. സോ 1 മൈനസ് 1/3 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ. ഓക്കെ, സോ y of e raised to j omega is equal to h of e raised to j omega into x of e raised to j omega. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, എന്തായിരുന്നു h of e raised to j omega? h of e raised to j omega എന്താ അവിടെ കിട്ടിയിട്ടുണ്ട്? ദിസ് ടേം, ദാറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ x of e raised to j omega. ഓക്കെ, സോ നമുക്ക് എങ്ങനെ എഴുതാം? y of e raised to j omega is equal to 2 by 1 minus 1/2 e raised to minus j omega into 1 minus 1/4 e raised to minus j omega into x of e raised to j omega, that is 1 by 1 minus 1/3 into e raised to minus j omega. ഓക്കെ, സോ ഇതാണ് y of e raised to j omega. സോ ഇതിനൊന്ന് മാറ്റി എഴുതുകയാണെങ്കിൽ 2 divided by 1 minus 1/2 e raised to minus j omega into 1 minus 1/4 e raised to minus j omega into 1 minus 1/3 e raised to minus j omega. ഓക്കെ, ഡിനോമിനേറ്ററിൽ 3 ടേംസ് വരും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ഇ റേസ് ടു ജെ ഒമേഗ പ്ലസ് എ ഓർ മൈനസ് എ ആ കോൺസ്റ്റന്റ് ഫോമിലേക്ക് ആ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റണം. സോ നമ്മൾ അതിന് എന്ത് ചെയ്യും? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ടേം എങ്ങനെ നോക്കുക വെച്ചാൽ, ഡിനോമിനേറ്ററിൽ 2 ടേംസ് ആണ് വരുന്നതെങ്കിൽ ഇ റേസ് ടു ജെ ഒമേഗ സ്ക്വയർ ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഇ റേസ് ടു 2j ഒമേഗ.
ഡിനോമിനേറ്ററിൽ 3 ടേംസ് വരുന്നുണ്ട്. 3 ടേംസ് വരുന്നുണ്ടെങ്കിൽ വി ഷുഡ് മൾട്ടിപ്ലൈ വിത്ത് ഇ റേസ് ടു 3j ഒമേഗ. ഓക്കെ, അല്ലെങ്കിൽ ഇ റേസ് ടു ജെ ഒമേഗ ഹോൾ ക്യൂബ്. അത് ബോത്ത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എഫക്റ്റ് സെയിം ആയിരിക്കും, ബട്ട് നമുക്കതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എന്ത് എഴുതാം? 2 ഇൻറ്റു ഇ റേസ് ടു 3j ഒമേഗ, അല്ലെങ്കിൽ ജെ ഒമേഗ ഹോൾ ക്യൂബ് എന്നും എഴുതാം. ഓക്കെ, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ നോക്കിയേ, താഴെ ഇ റേസ് ടു ജെ ഒമേഗ ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ വരും. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോ ടേംസിനും അത് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ആണെങ്കിൽ ഇ റേസ് ടു ജെ ഒമേഗ മൈനസ് 1/2 ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ മൈനസ് 1/4 ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ മൈനസ് 1/3. ഓക്കെ, അപ്പോൾ ഡിനോമിനേറ്ററിൽ ഇതുപോലെ വരും. ദറ്റ് ഈസ് വൈ ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യും? ഒരു ടേം ഇ റേസ് ടു ജെ ഒമേഗയുടെ ഒരു ടേം നമ്മൾ ഡിനോമിനേറ്ററിലേക്ക് എടുക്കും. y of e raised to j omega divided by e raised to j omega is equal to 2 into e raised to 2j omega. അല്ല, എവിടെയുള്ള ഒരു e raised to j omega ഡിനോമിനേറ്റർ പോകുമ്പോൾ പിന്നെ അവിടെ 2j omega ഉള്ളൂ. That is divided by e raised to e raised to j omega minus 1/2 into e raised to j omega minus 1/4 into e raised to j omega minus 1/3. ഓക്കെ, സോ ഇപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് ഫോമിലായിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അവിടെ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഡിനോമിനേറ്ററിൽ 3 ടേംസ് ഉണ്ട്. സോ എ ബി സി വരും. എ ഡിവൈഡഡ് ബൈ ഇ റേസ് ടു ജെ ഒമേഗ മൈനസ് 1/2 പ്ലസ് ബി ഡിവൈഡഡ് ബൈ ഇ റേസ് ടു ജെ ഒമേഗ മൈനസ് 1/4 പ്ലസ് സി ഡിവൈഡഡ് ബൈ ഇ റേസ് ടു ജെ ഒമേഗ മൈനസ് 1/3. ഇനി പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡിൽ എ ബി സി വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇത്ര വരെയുള്ള സ്റ്റെപ്പ് ക്ലിയർ ആണോ? എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഷാരോൺ, ആദിൽ, ഡൊമനിക്, ഏതെങ്കിലും സ്റ്റെപ്പിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, ഈ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ശ്രദ്ധിക്കണം. ഡിനോമിനേറ്ററിൽ 2 ഫാക്ടേഴ്സ് ആണെങ്കിൽ ആ ഫുൾ ഇക്വേഷൻ അതിന്റെ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഷുഡ് ബി മൾട്ടിപ്ലൈഡ് ബൈ ഇ റേസ് ടു ജെ ഒമേഗ സ്ക്വയർ. ഇ റേസ് ടു ജെ ഒമേഗ സ്ക്വയർ അല്ലെങ്കിൽ 2j ഒമേഗ. ഇനി ഡിനോമിനേറ്ററിൽ 3 ടേംസ് ഉണ്ടെങ്കിൽ ഇ റേസ് ടു ജെ ഒമേഗ ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഇ റേസ് ടു 3j ഒമേഗ. അത് ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ആ ഫ്ലോയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിന്റെ എ ബി സി വാല്യൂസ് പറഞ്ഞേ. ഇവിടെ എ ബി സി വരുമ്പോൾ ഇക്വേഷൻ എങ്ങനെയാ വരിക? പാർഷ്യൽ ഫ്രാക്ഷന്റെ നെക്സ്റ്റ് നമ്മളൊരു ഇക്വേഷൻ എഴുതില്ല, അതെങ്ങനെയാ വരിക? അതിന് ന്യൂമറേറ്ററിൽ എന്താ ഉള്ളത്? 2 ഇൻറ്റു ഇ റേസ് ടു 2j ഒമേഗ. സോ 2 ഇൻറ്റു ഇ റേസ് ടു 2j ഒമേഗ ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എന്ത് വരും? ഇ റേസ് ടു ജെ ഒമേഗ മൈനസ് 1/4 ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ മൈനസ് 1/3 പ്ലസ് ബി ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ മൈനസ് 1/2 ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ minus 1/3 plus c into e raised to j omega minus 1/2 into e raised to j omega minus 1/4. Okay. 1/4. Okay. ഇതുപോലെ ഇക്വേഷൻ വരും. എന്നിട്ട് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് വാല്യൂസ് ഫോർ ഇ റേസ് ടു ജെ ഒമേഗ അല്ലേ, ഡിഫറെൻറ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഇൻ സച്ച് എ വേ ദാറ്റ് ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് ദ വാല്യൂ ഫോർ എ, the terms b and c should be 0. Okay, അപ്പോൾ ബിൻ്റെയും സിൻ്റെയും ടേംസ് 0 ആണെങ്കിൽ
ഇ റേസ് ടു ജെ ഒമേഗന് ഏത് വാല്യൂ കൊടുക്കാം? രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് ഇ റേസ് ടു ജെ ഒമേഗ മൈനസ് 1/2 ഉണ്ട്. സോ ഇഫ് യു ആർ പുട്ടിംഗ് ഇ റേസ് ടു ജെ ഒമേഗ ഇസ് ഈക്വൽ ടു 1/2, ദെൻ ബി ടേം ആൻഡ് സി ടേം ക്യാൻസൽ ചെയ്ത് പോകും, എ ടേം മാത്രമാണ് ഉണ്ടാവുക. അങ്ങനെ എ കണ്ടുപിടിക്കാം. അതുപോലെ ഇഫ് യു ആർ പുട്ടിംഗ് ഇ റേസ് ടു ജെ ഒമേഗ ഇസ് ഈക്വൽ ടു 1/4, then we will get the value for b. Okay, and if you are putting e raised to j omega is equal to 1/3, then we will get the value for c. Okay, അങ്ങനെ എ ബി സിയുടെ വാല്യൂസ് കണ്ടുപിടിക്കാം. വേഗം ആൻസർ പറഞ്ഞേ. What is the value for A, B and C? എയുടെ വാല്യൂ എത്ര കിട്ടിയേ? അനുശ്രീ, ഏതൊക്കെ വാല്യൂസ് കിട്ടിയത്? അഞ്ജന, ഡൊമനിക്, എത്രയാണ് വാല്യൂസ് കിട്ടിയത്? ഹലോ, ഞാൻ ഓഡിബിൾ അല്ലേ? ഓക്കെ, വാല്യൂസ് കിട്ടിയില്ലേ? എ ബി സി വാല്യൂസ് കിട്ടിയില്ലേ? A is equal to -16 കിട്ടിയിട്ടുണ്ടോ? B is equal to 6 and C is equal to 12 കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടോ? ഓക്കെ, ഈ ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. സോ നമുക്ക് എന്ത് ചെയ്യാം? എ ബി സി വാല്യൂസ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, okay, then what is y of e raised to j omega? That is equal to -16 into e raised to j omega divided by e raised to j omega minus 1/2 plus 6 into e raised to j omega divided by e raised to j omega minus 1/4 plus 12 into e raised to j omega divided by e raised to j omega minus 1/3. അല്ലെ, y of e raised to j omega by e raised to j omega ഇതുപോലെ കിട്ടും. എ ബി സി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദെൻ e raised to j omega റൈറ്റ് ഹാൻഡ് സൈഡിൽ ന്യൂമറേറ്ററിലേക്ക് കൊടുക്കുക. സോ ഈ ടേംസ് കിട്ടും. ദെൻ എന്ത് ചെയ്യുക? ഡയറക്റ്റ് ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക. ഓക്കെ, that is y of n is equal to inverse Fourier transform of y of e raised to j omega. So ആ മൊത്തം ടേമിന്റെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എടുക്കുകയാണെങ്കിൽ we will get -16 1/2 whole raised to n u of n plus 6 into 1/4 whole raised to n u of n plus 12 into 1/3 whole raised to n u of n. And finally we can write -16 1/2 whole raised to n plus 6 into 1/4 whole raised to n plus
12 into 1 by 3 whole raised to n whole multiplied by u of n. Okay, so this is the answer. ABC values കിട്ടിയിട്ടുണ്ടോ? അനുശ്രീ കിട്ടിയിട്ടുണ്ടോ വാല്യൂസ്? ഓക്കെ, സോ വാല്യൂസ് കിട്ടിയ ജസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, y ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ കാണുക, ദെൻ അതിൻ്റെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എടുത്തിട്ട് y ഓഫ് n കണ്ടുപിടിക്കുക. ഓക്കെ, സോ പ്ലീസ് ഗിവ് യുവർ അറ്റൻഡൻസ്. റോൾ നമ്പർ 1.